ഹലോ വിവേസ്, എന്തൊക്കെ സുഖല്ലേ? സ്വർണ്ണവിലയിൽ യാതൊരു മാറ്റമൊന്നും വന്നില്ല. 2-3 ഡേയ്സ് ആയിട്ട് സെയിം റേറ്റ് തന്നെയാണ്. 6615 ഗ്രാമിനും 52,920 ഒരു പവനും വന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ കതിർബായിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അല്ലേ? കതിർബായിക്ക് ഒരു സന്തോഷം, ഒരു ആവേശമല്ലേ വന്നല്ലേ ഇങ്ങനെ കയ്യിൽ കൊണ്ട്. എന്തായാലും വെരി ഗുഡ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉന്മേഷമായിരിക്കണം അല്ലേ? ഭയങ്കര പവർഫുൾ ആയിരിക്കണം, എങ്കിലേ നമ്മൾ കാണാനും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു വീക്ഷിക്കാനും നല്ല രസമാണ്. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആയിപ്പോവും. ഫുള്ള് നമ്മളെന്ത് മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആക്റ്റീവ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, ടെൻഷൻ വരും പോവും, പക്ഷെ നമ്മൾ ആക്റ്റീവ് അല്ലാണ്ട് ഇങ്ങനെ നിന്നെങ്കിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവും. ടെൻഷനില്ലാത്ത ജീവിതമൊന്നുമില്ല. ടെൻഷനില്ലാത്ത ലോകത്തിൽ എല്ലാവർക്കും ടെൻഷൻ. നരേന്ദ്രമോദിക്ക് ടെൻഷൻ ഉണ്ടാവും, അതുപോലെ ബിൽഗേറ്റ്സിൻ്റെ ടെൻഷൻ ഉണ്ടാവും, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. എന്തായാലും നമുക്ക് ഇന്ന് ഒരു പവൻ്റെ കളക്ഷൻസ് അല്ലേ കാണിക്കുന്നത്. അപ്പോൾ എത്ര ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും? യെസ്, ഗ്രാം എന്ന് പറയുമ്പോൾ 8 ഗ്രാം. അപ്പോൾ ഏതൊക്കെ ഡിസൈൻ വരുന്നല്ലേ? കൊച്ചി വരുന്നുണ്ട്, കൊൽക്കത്ത വരുന്നുണ്ട്. കൊച്ചിയിൽ നേരെ നമ്മൾ എയർപോർട്ടിൽ വഴി കൊൽക്കത്തക്ക് എത്തി. ഓക്കെ, അവിടെ നിന്ന് ഇറ്റാലിയക്ക് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇറ്റാലിയൻ ഉണ്ട്, പിന്നെ രാജ്കോട്ട് ഉണ്ട്. ഓക്കെ, പാലക്ക ഉണ്ട്, അങ്ങനെ പിന്നെ കുവൈത്തി ഉണ്ട് അല്ലേ? അങ്ങനെ പല വെറൈറ്റി ഡിസൈൻസ്. എന്തായാലും നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടക്കം കുറിക്കാം. മിസ്റ്റർ സുധീഷ് ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. സുധീഷ് ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി അങ്ങ് അവിടം വരെ ഒന്ന് കണ്ണൊടിച്ചിട്ട് വാ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം അല്ലേ? അങ്ങ് തുടങ്ങാം തന്നെ. എവിടെന്നാ തുടക്കം കുടിക്കാം? ഇവിടെ നിന്ന് അങ്ങ് തുടക്കം കുടിക്കാല്ലേ? ഒന്നെടുക്കാമോ? ഫസ്റ്റ് കാണുന്ന നെക്ലസ് ഞാൻ പറയുന്നു ഒരു 10 ഗ്രാം ഉണ്ടാവുമെന്ന്. താങ്കൾ എത്ര പറയുന്നു? 10 ഗ്രാം ഉണ്ടല്ലേ? ആ, ന്യൂ മാളിക. അതെന്താ അത് ഇടയ്ക്കിടയ്ക്ക് പറയണോ? നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുള്ള ഡിസൈന്, നല്ല ഭംഗി, അതിലേറെ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു കളക്ഷൻസ് തന്നെയാണ്. നല്ല രസമാണ് അല്ലേ? സൂപ്പർ സാധനം. വെറും 10 ഗ്രാം മാത്രമേ തൂക്കം വരുന്നുള്ളൂ. 10 ഗ്രാം എന്ന് പറയുമ്പോൾ 1.25 പവൻ അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമാണ്. പിന്നെ ആൻറ്റിക്ക് ടച്ച് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് എത്ര ഉണ്ടാവും? ആ, 11 ഗ്രാം. എനിക്ക് എത്താൻ കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ അശോകനെ വിളിക്കാം. അശോക് ഒന്ന് വരുമോ? അശോക് ആകുമ്പോൾ കറക്റ്റായിട്ട് എത്തിക്കാൻ ഒന്ന് സാറാണ്. അതുപോലെ എന്നതാ ഇത് എത്ര ഗ്രാം ഉള്ളത്? 11 ഗ്രാം. അശോക് ഒന്ന് നമ്മൾ കാദർ ബൈനെ ഒന്ന് ഹെൽപ്പാക്കണേ. ഓക്കെ, മുകളിലാകുമ്പോൾ എത്തുന്നില്ല കാദറിന്, എനിക്ക് എന്തായാലും എത്തരാം. ഓക്കെ, ഇത് വരുന്നുള്ളത് 1.5 പവൻ്റെ ഒരു 12 ഗ്രാമിൻ്റെ ഒരു സെറ്റ്. നെക്സ്റ്റ് ഇതൊന്ന് എടുത്തു തരൂടാ. യെസ്, ഇത് എത്രയുണ്ട്? 1.5 പവൻ്റെ വേറൊന്ന്. വീണ്ടും ഒരെണ്ണം കൂടി ഇവിടെ. യഫാ, നല്ല ഉണ്ട്. ഞാൻ പറയുന്നത് 12 ഗ്രാം ഉണ്ടാവും. നീ എത്ര പറയുന്നത്? യെസ്, 12 ഗ്രാം. കണ്ടില്ലേ, നമുക്കറിയും. അതുപോലെ അങ്ങ് മൂലക്കുള്ളല്ല അശോക് ജി 10 ഗ്രാമാ? 9 ഗ്രാം കേട്ടോ, 9 ഗ്രാം. 10 ഗ്രാമിൻ്റെ പൊലിമ ഉണ്ടല്ലേ? നമുക്ക് പോലും 10 ഗ്രാം അത് കാണാനുണ്ട്. ആക്ച്വലി അത് 9 ഗ്രാമേ ഉള്ളൂ. ഇത് വരുന്നത് എത്രയാണ്? കഥ നീ എടുത്തോ കുറച്ച് സാധനം, ഇല്ലെങ്കിൽ ഇന്ന് തീരെയല്ല. ഇത് വരുന്നുള്ളത് 12 ഗ്രാം. അടിപൊളി നെക്ലസ്, നല്ലുണ്ട്, നല്ല രസമാണ്, അടിപൊളി. നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ആവുന്ന ഒരു ഫിനിഷിംഗ് ആണ് ഇതിനുള്ളത്. ആ പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റോൺ വർക്ക് നല്ല രസമുണ്ട് അല്ലേ? നല്ലുണ്ട്, നല്ലൊരു പ്രീമിയം ലുക്ക് അതിനുണ്ട്. സെയിം മോഡൽ തന്നെ 8 ഗ്രാം. അശോകൻ ഒന്ന് എടുത്ത് 8 ഗ്രാമിൻ്റെ. കതറ നീ ഏതാ എടുത്ത? ഏതാ അത്? കുവൈത്തി അല്ലേ? ആ, 14 ഗ്രാമാ? 13 ഗ്രാം, 1.25 ചുവടെ. ഓക്കെ, നല്ലുണ്ട്, നല്ല രസമാണ്, നല്ല ക്യൂട്ടായി. വീണ്ടും കാദർ ബായിൻ്റെ ഒരെണ്ണം, അശോകിൻ്റെ ഒരെണ്ണം, അങ്ങനെ 2 എണ്ണം കൂടി ഒന്ന് എടുക്കും. യെസ്, നമ്മളെ എന്താണ് ഇതിന് പറയാ, പാലക്കാട്ടിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റൊക്കെ, അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല ഉണ്ടാവും അല്ലേ? അതുപോലെ നമുക്ക് ആ ഡ്രസ്സിനൊക്കെ ഇങ്ങനെ മാച്ച് ആക്കാൻ അടിപൊളിയായിട്ട് യൂസ് ആക്കും. 10 ഗ്രാം, അതായത് 1.25 പവൻ്റെ ഒരു ഡിസൈൻ. നല്ല ആൻറ്റിക്കിൻ്റെ. യെസ്, നല്ലുണ്ട്. ആക്ച്വലി ഇത് ഇറ്റാലിയൻ ഡിസൈൻ ആൻറ്റിക്കിൽ നമ്മളെ ഷോറൂമിൽ പുതിയതായിട്ട് വന്നു. യെസ്, ശരിയാണ്. 12 ഗ്രാമാണ് തൂക്കം വരുന്നത്. അത് എന്താ ഭംഗി നോക്കിയല്ലേ? നല്ല രസമുണ്ട്, നല്ല ക്യൂട്ട് ഡ്രസ് ഒക്കെ അല്ലേ? ഓക്കെ, വേറെ വെറൈറ്റി വന്നിട്ടുണ്ട്. എത്രയത്? 8 ഗ്രാമാ? 9 ഗ്രാം. ആ, നല്ലുണ്ട്. ഇത് ഇറ്റാലിയൻ ഡിസൈനിൽ വരുന്ന ഐറ്റംസ്. യെസ്,
14 സ്റ്റോണൊക്കെ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ആൻറ്റിക് ടച്ചാണ് ഇതിന് വരുന്നുള്ളത്. 14 ഗ്രാമാണ് ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റോണൊക്കെ നല്ലുണ്ട്. ഒരു ഭയങ്കര പ്രീമിയം ലുക്ക് ഉണ്ട് അല്ലേ. പ്രീമിയം സാധനമാണ്. നല്ലുണ്ട്. അതിൻ്റെ തന്നെ ഇതാ വീണ്ടും അശോകൻ്റെ ഒരു സ്പെഷ്യൽ സാധനം 18 ക്യാരറ്റിൽ വരുന്ന അതും 7 ഗ്രാമിൻ്റെ ഒരു കളക്ഷൻസ് നോക്കിയാൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഡെയിലി വെറൈറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡെയിലി യൂസ് ചെയ്യാം. കറക്റ്റാണ്. കാരണം 18 ക്യാരറ്റ് ആണ്. അത് നല്ല സ്ട്രോങ് ഉണ്ട്. പിന്നെ നല്ല ഡിസൈൻ നല്ലുണ്ട്. നല്ല മൊഞ്ചുള്ള സാധനം. വാവ് സൂപ്പർ എന്നൊക്കെ എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അടിപൊളി സാധനം. ഖാദർ ഭായി ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഖാദർ ഇത്? 1 പാവൻ്റെ കൊച്ചി 8 ഗ്രാം. കറക്റ്റ് 8 ഗ്രാം നോക്കിയേ. 1 പാവൻ്റെ കൊച്ചി കിട്ടുന്നില്ല മോനെ. കറക്റ്റ് ഉണ്ടല്ലേ. ഇത് കുറേ കയറ്റി ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ലെങ്ത്ത് താലോട്ട് പോകാനുണ്ട്. ആക്ച്വലി ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. ഓക്കെ 8 ഗ്രാമിൻ്റെ ഒരെണ്ണം. വീണ്ടും നമ്മൾ അശോക് ഭായിൻ്റെ ഒരെണ്ണം. എന്താണ് 1 പവൻ്റെ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലേസ്. ആ രാജ്കോട്ട് ഡിസൈനാണ് അല്ലേ. രാജ്കോട്ട് ഡിസൈൻ നല്ലുണ്ട്. നല്ല ക്യൂട്ടാണ് കേട്ടോ രാജ്കോട്ട്. അടിപൊളി സാധനം. ഖാദർ ഭായി ഒരു സ്പെഷ്യൽ ഒരു സാധനം കൂടി എടുക്കുന്നുണ്ട്. ഖാദർ ഭായി ഇതാ നോക്കിയേ. രാജ്കോട്ടിൽ തന്നെ വീണ്ടും ഖാദർ ഭായി രാജ്കോട്ടിലേക്ക് പോയി. എത്ര ഗ്രാം? 9 ഗ്രാം. അടിപൊളി സാധനം. നല്ല രസമുള്ള സാധനം. വാവ് സൂപ്പർ. 18 ക്യാരറ്റിൻ്റെ അശോക് ഭായിൻ്റെ ഒരെണ്ണം. 18 ക്യാരറ്റ് 8 ഗ്രാമേ ഉള്ളൂ. വാവ് നല്ലുണ്ട്. 7 ഗ്രാം 600 മില്ലിയാണ് ഇത് തൂക്കം വരുന്നുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം അല്ല. നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഇത് ഡെയിലി യൂസ് ചെയ്യാം. നല്ലുണ്ട്. ഒരു പ്രീമിയം ലുക്കുള്ള ഒരു സാധനം അല്ലേ. പ്രീമിയം ഉണ്ടത് അല്ലേ. മെഹറിൽ കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്കിനി യൂസ് ചെയ്യാനും പറ്റും. കാഷ്വലായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 9 ഗ്രാമിൻ്റെ ഇത് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഖാദർ ഭായ് 9 ഗ്രാമിൻ്റെ രാജ്കോട്ട് ടച്ച് വരുന്ന ഒരു ഐറ്റംസ്. 9 ഗ്രാം 800 മില്ലിയാണ് തൂക്കമുള്ളത്. നല്ലുണ്ട്. നല്ല ഫിനിഷിങ് ഉണ്ടല്ലോ. അതിൻ്റെ ഈ ഒരു ചൈനക്ക് എന്താ രസം അറിയാം. തൊടുമ്പോൾ യൂത്തിനെല്ലാം പറ്റിയ ഐറ്റാണ് ഇപ്പം ഈ കാണിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം അങ്ങനെയുള്ള കേട്ടോ. നല്ല ഡെയിലി യൂസിനുള്ള. അത് വീണ്ടും അശോകിൻ്റെ ഒരു സ്പെഷ്യൽ സാധനം. ഖാദർ പെട്ടെന്ന് ഒരെണ്ണം കൂടി എടുക്കുമ്പോൾ 9 ഗ്രാമാണ് ഇത് തൂക്കം വരുന്നുള്ളത് അല്ല അശോക. 9 ഗ്രാം. ഇനി എക്സ്ട്രാ വട്ടക്കണ്ണിയൊക്കെ വരുന്നുണ്ടല്ലോ. ഇതൊന്ന് നോക്കിയേ. ചെറുതും വലുതാക്കുന്ന ടെൻഷൻ വേണ്ട. ഇതാകുമ്പോൾ അല്ലേ നല്ലതാ. കുറേ ആൾക്കൊരു കൺഫ്യൂഷൻ എപ്പോഴും വരും. ഇത് ചെറുതാവോ വലുതാവോ ആ ഒരു കൺഫ്യൂഷൻ. 9 ഗ്രാമിൽ വേറെ ഒന്നും കൂടി. നല്ല രസമുള്ള സാധനം. ഇത് നോക്കിയാൽ എന്താ രസമല്ലേ. നല്ലുണ്ട്. വാവ് സൂപ്പർ. ഇത് നമുക്ക് ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാമല്ലോ അല്ലേ. അതിൽ നമുക്ക് എക്സ്ട്രാ വട്ടക്കണ്ണിയൊക്കെ വരുന്നുണ്ട്. നല്ല രസമുള്ളൊരു കളക്ഷൻസ് തന്നെയാണ്. അശോക് ജീൻ്റെ ഒരെണ്ണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അശോക് ജി പിന്നെ നീ നേരത്തെ കാണിച്ച പോലത്തെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഒന്ന് എടുക്കോ. യെസ് നല്ല രസമുണ്ട് കേട്ടോ. അത് അശോക് ജി എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ പിന്നെ സീനിയർ സ്റ്റാഫാണ്. നല്ല കഴിവുള്ളൊരു സ്റ്റാഫാണ്. അശോക് ജീനെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് ഇതുവരെ അല്ലേ. ഇതാ ഒരു സ്പെഷ്യൽ ഐറ്റം നോക്കിയേ. 12 ഗ്രാമാണ് അല്ലേ. നോക്കി എന്താ രസമല്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ്. നല്ല രസമുണ്ട് കേട്ടോ. ക്യൂട്ടായിരുന്നു അശോക്. അടിപൊളി. ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ. അതുപോലെ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലേ. വെഡിങ് യെസ് കറക്റ്റാണ്. വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. നല്ലുണ്ട്. ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് നെക്ലേസ് അല്ലേ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ്. മെഹർ കൊടുക്കാനും എൻഗേജ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ അശോകൻ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് കൊടുക്കാനേ വെഡിങ് ആനിവേഴ്സറി കൊടുക്കാൻ ഒരു വെറൈറ്റി വർക്കിലായിരുന്നു. ഈ ഒരു സാധനം ഇവിടുന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. 13 ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം വരുന്നുള്ളത്. 13 ഗ്രാമിന് എന്തുകൊണ്ടും ഭംഗിയുള്ളൊരു സാധനമുണ്ട്. നല്ലുണ്ട്. പ്രത്യേകിച്ച് ഒരു വൈറ്റ് ഗോൾഡ്, റോസ് ഗോൾഡ്, വീണ്ട് യെല്ലോ ഗോൾഡിൻ്റെ ചൈന വന്ന് അങ്ങനെ ഒരു പൊളിപ്പൻ സാധനം. നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പർ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷൻസ്. എന്താ ഭംഗിയെന്ന് നമുക്ക് എന്തുകൊണ്ടും പറയാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ് കേട്ടോ. നല്ലുണ്ട്. എന്താ രസം. 7 ഗ്രാമേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ കാണാനും നല്ല ഭംഗിയുണ്ട്. വീണ്ടും അശോകൻ ഒരു സ്പെഷ്യൽ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. 5 ഗ്രാമിൽ യെസ് 5 ഗ്രാമിൽ 18 കാരറ്റിൽ വരുന്ന റഫ് യൂസ് എന്ന് പറയുമ്പോൾ ഡെയിലി വെറൈറ്റി ഒരു ക്യാരിങ് ഇല്ലാണ്ട് യൂസ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളത്. മനസ്സിലായല്ലേ. അങ്ങനെയുള്ള ഒരു കളക്ഷൻസ്. ഓക്കെ വാഹോ സൂപ്പർ. നല്ല ഭംഗിയുണ്ട് അല്ലേ. അടിപൊളി സാധനം. വീണ്ടും ഒരു കളക്ഷൻസ് കൂടി നമ്മൾ അശോകൻ സെറ്റാക്കുന്നുണ്ട്. ഇതേതാ മോനെ മിസ്റ്റർ? 3 ഗ്രാം സംതിങ്. ഓക്കെ
കാതർ അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കുന്ന കഥയൊന്നുമില്ല. 3 ഗ്രാം അശോകർ 5 കൊണ്ടുവരും, കാതർ 3 കൊണ്ടുവരും. അത് നമുക്ക് 18 ക്യാരറ്റ് വരുന്നുണ്ട്, അതും ലൈറ്റ് വെയിറ്റ് ആണ്. 3 ഗ്രാം 600 മില്ലിയാണ് വരുന്നുള്ളൂ. ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാമല്ലോ ഇത്. നല്ലുണ്ട്. ഈ താലി നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നത് കണ്ണേറിന് ഇടുന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം അല്ലേ? എനിക്ക് തോന്നുന്നത് കണ്ണേർ കുറെ ഉണ്ടായിരിക്കും. ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ല. കണ്ണേറും കേൾക്കലും നമ്മളൊരു വിശ്വാസമാണ് അല്ലേ അശോക? വിട്ടല്ലാതെ തന്നെ ഇപ്പൊ ഇവിടെ തന്നെ കണ്ട 3.5 ഗ്രാമിൽ വേറൊന്നും കൊണ്ടത്. അശോകന് നമ്മളെ കാതർ 3,600 എടുക്കുമ്പോഴേക്ക് 3,500 എടുത്ത്. നല്ലുണ്ട് കേട്ടാ, നല്ലുണ്ട് റോസ് ഗോൾഡ്. അത് ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാം. നല്ല ഫിനിഷിങ് ഉണ്ട്, നല്ലുണ്ട്, സൂപ്പർ. വാഹു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള കളക്ഷൻസ് നല്ലുണ്ട്. നല്ല രസമുള്ള സാധനം. വീണ്ടും ഒരു സ്പെഷ്യൽ കളക്ഷൻസുമായിട്ട് കാതർ വന്നിട്ടുണ്ട്. 1.25 പവനാണ് തൂക്കമുള്ളത്. യെസ്, നമ്മളെ കഴുത്തിന്റെ അനുസരിച്ചിട്ട് അളവനുസരിച്ചിട്ട് ചെറുതും വലുതാക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇതിൽ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു ദിവസം വീഡിയോ ഇടാം. കുട്ടികൾ ബ്രേസ്ലെറ്റ് അടുക്കം ഇങ്ങനെയുള്ള ഡിസൈൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളടുത്തുണ്ട് സ്റ്റോക്ക്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വരും വീഡിയോകളിൽ നമുക്കത് കാണാം. ഓക്കെ, നല്ലുണ്ട് കാതർ, അടിപൊളി. ഇതേതാ അരപ്പവൻ 4 ഗ്രാമിൽ വരുന്ന, അതും റോസ് ഗോൾഡ് ഡിസൈനിൽ വരുന്ന നല്ല 18 ക്യാരറ്റ്. ഇത് നീ നേരത്തെ പറഞ്ഞ പോലെ റഫ് യൂസ് ചെയ്യാൻ പറ്റും. റഫ് യൂസ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ഒരു ക്യാരും ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. കാണുമ്പോൾ ഗോൾഡ് പോലെ എന്ന് പറയാല അല്ലേ? പക്ഷെ ജനറേഷൻ അറിയാം, ഇപ്പോഴത്തെ ജനറേഷൻ, ന്യൂ ജനറേഷന് ഇങ്ങനെയുള്ള കളക്ഷൻസ് കാണുമ്പോൾ വാവ് എന്നൊക്കെ പറയും. കാരണം നമ്മളിപ്പോൾ നമ്മളെങ്കിലും റോസ് ഗോൾഡിനോടുള്ള താല്പര്യം അല്ല, യെല്ലോ ഗോൾഡിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടല് എപ്പോഴും റോസ് ഗോൾഡ്. ജനറേഷൻ മാറ്റം വന്നു, അതിൻ്റെ ഒരു വ്യത്യാസമാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ഇത് കാണുമ്പോൾ ഭയങ്കര ലുക്ക് ഉണ്ടാവും, ലെവൽ വേറെ ആയിരിക്കും. നമ്മളിപ്പോൾ യൂറോപ്പ് കൺട്രിയിലൊക്കെ പോയ സമയത്ത് കൂടുതലും കളക്ഷൻസ് ഇങ്ങനെയുള്ളതാണ്. റോസ് ഗോൾഡ്, വൈറ്റ് ഗോൾഡ് ഒക്കെയാണുള്ളത്. യെല്ലോ ഗോൾഡ് കാണുന്നത് വളരെ അപൂർവമാണ്. അവർ അയ്യോ എന്നൊക്കെ ആക്കും യെല്ലോ കാണുമ്പോൾ. അപ്പോൾ ആ ഒരു ജനറേഷൻ മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ ഇവിടെ കാണുന്നുള്ളത്. അതെ. അപ്പോൾ ഈ ഒരു കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് നമ്മൾ ചെറിയ കൂലിയിൽ തരാൻ പറ്റും കേട്ടോ. ചെറിയ കൂലി, നമുക്ക് വന്ന കൂലിയിൽ വേണം കൊടുക്കാന്ന് പറയും. വൈറ്റ് ഗോൾഡ് സച്ചിൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. വൈറ്റ് ഗോൾഡ് സച്ചിൻ്റെ വകയിൽ ഒരു പാർട്ടി ഉണ്ട് എന്നുള്ളൊരു അഭ്യൂഹമുണ്ട്. അത് സത്യമാണോ എന്നറിയാല. എന്തായാലും സച്ചിൻ ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് അശോക. ഞങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളെ. കാരണം സച്ചിൻ ഒരു വലിയൊരു ബൈക്ക് എടുത്തിട്ടുണ്ട്, മോട്ടോർ സൈക്കിൾ, സ്പോർട്സ് ബൈക്ക് എടുത്തിട്ടുണ്ട്. അത് മലപ്പുറത്തേക്ക് സുധീഷിന് കൊണ്ടുപോയി അല്ലേ, ഓടിച്ചോണ്ട് കൊണ്ടുവന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ക്ഷീണമില്ല അവന് അല്ലേ? അതാണ് അതിൽ പ്രത്യേകം പറയേണ്ട കാര്യം. എന്തായാലും സച്ചിൻ്റെ ഒരു സ്പെഷ്യൽ ഫുഡ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ട്രീറ്റ്. ഇത് 4 ഗ്രാമാണിരുന്നത് അല്ലേ? 4 ഗ്രാം ഡെയിലി വെറൈറ്റി യൂസ്. വൈറ്റ് ഗോൾഡ്, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ബോൾ വന്നിട്ട് അത് യെല്ലോ ഗോൾഡ്. പിന്നെ ഇതാ ഇവിടെയും വൈറ്റും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെയും നിങ്ങൾക്ക് യെല്ലോ കാണാം. നല്ലുണ്ട് കേട്ടോ, ക്യൂട്ടാണ്. സച്ചിൻ അടിപൊളി. അപ്പോൾ മറക്കണ്ട. എന്താണ് മറക്കാത്തത്? ഇന്നത്തെ നമുക്ക് ബൈക്ക് എടുത്ത വകയുള്ള ചിലവ്. ഓക്കെ, അടിപൊളിയായിരിക്കും. എന്തായാലും ചിലവിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുണ്ട്. ഏത് ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ കുറേ പുതിയ ഹോട്ടലൊക്കെ വന്നിട്ടുണ്ട്, മെട്രോ സിഗ്നേച്ചറൊക്കെ വന്നിട്ടുണ്ട്. അവിടെ പോകും. ഓക്കെ, അവിടെ ഫുഡൊക്കെ ഭയങ്കര എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് മട്ടൺ മന്തിയൊക്കെ വലിയ ലെവലിൽ നിന്നാണ് പറയുന്നത് കേട്ട. അടിപൊളി. അതാ ഓക്കെ, 18 ക്യാരറ്റ് അല്ലേ? 22 ആണ്. യെസ്, 22 ക്യാരറ്റ്, 4 ഗ്രാം വരുന്നു. നല്ല രസമുള്ള ഡെയിലി യൂസ് ആക്കാം, റഫ് യൂസ് ചെയ്യാൻ. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, നല്ലുണ്ട്. വാവ്. നെക്സ്റ്റ് വീണ്ടും ഒരെണ്ണം കൂടി നമുക്ക് എടുത്തിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് വെക്കെങ്കിൽ അങ്ങ് ലെങ്ത്ത് കൂടിക്കൊണ്ട് പോകുന്നുണ്ട്. സുധീഷിന് ബേജാറാവും. ഇതാ ഈ 2 സാധനം പരസ്പരം, ഈ 2 സാധനം കണ്ട നിങ്ങൾക്ക് പരസ്പരം കണ്ട, ഇടതും വലതും എന്നൊക്കെ പറയുന്ന പോലെ. ഇവിടെ ഒരു പരസ്പരം 2 വരുന്നുള്ളത് 10 ഗ്രാം 12 ഗ്രാം അങ്ങനെയാണ് തൂക്കം വരുന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? പിടിച്ച് വലിച്ചേ നീ, എന്താ വില? അത്ര ഉറപ്പ്, നീ ധൈര്യമായിട്ട് പിടിച്ചോ, എന്താ വില? ഇതൊന്ന് പിടിച്ച് വലിച്ചേ, കണ്ട, നീ പിടിക്കതാ, കണ്ട, എന്താ വില? ഇതാണ് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത. സോറി, നമ്മൾ ഈ ചെയിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വെറൈറ്റി കളക്ഷൻസും വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും എപ്പോൾ വരുന്നത്? നാളെ വരൂ. ഓക്കെ, ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.